അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ? എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? ഞങ്ങളിവിടെ ഇതിൻ്റെ മെയിൻ യമ മോട്ടോർ കമ്പനി എന്നുള്ള ജപ്പാൻ ഫേമാണ്. ഇവിടെ യമ പ്രൊഡക്റ്റ് സ്പെഷ്യലി മെറൈൻ്റെ ഈ ഖത്തറിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഞങ്ങളാണ്. യമ എൻജിൻസ് ഓൺലി മെറൈൻ അതിന് ഓൾമോസ്റ്റ് മേജർ മാർക്കറ്റ് ഷെയറും ഞങ്ങളാണ്. ഇതെങ്ങനെയാണ് ഈ ഐഡിയ വരുന്നത് ശരിക്കും മെറൈൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളത്? കാരണം ഞാൻ ഇവിടെ ഖത്തറിൽ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പായിട്ട് ബേപ്പൂർ ഉണ്ടായിരുന്നു മെറൈൻ ഫീൽഡിൽ 1-2 വർഷമൊക്കെ. കോഴിക്കോട് അതിവിടെ ജോലി കിട്ടാനും ഡെവലപ്പ് ചെയ്യാനും സൗകര്യം ഉണ്ടായി. അത് ഒരുപാട് സാധ്യത കൂട്ടി. അതെ. അവിടെ എന്തായിരുന്നു ബേപ്പൂർ എന്തായിരുന്നു ജോലി? സെയിൽസ് ഇൻചാർജ് ആയിട്ടായിരുന്നു. അപ്പോൾ പഠിച്ച പണി തന്നെ ഇവിടെ വന്നപ്പോഴും ചെയ്യാൻ സാധിച്ചു? ഭാഗ്യവശാൽ കിട്ടി. ഇവിടെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ? വളരെ ഒട്ടേറെ സാധ്യതയുള്ള സ്ഥലമാണ് ദോഹ. പിന്നെ ആണല്ലേ? എന്തൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഇതുണ്ട് ഇതിൽ? ഇതിപ്പോൾ നമ്മൾ മെറൈൻ എന്ന് പറയുമ്പോൾ കടലിൽ ഉപയോഗിക്കുന്ന ബോട്ട് അങ്ങനെയുള്ള ബോട്ട് ഉണ്ട്, എൻജിൻസ് ഉണ്ട്. അത് കൂടാതെ വല്ല പവർ പ്രൊഡക്ട്സ് ഞങ്ങളുടെ അടുത്തുണ്ട്. ജനറേറ്റേഴ്സ് എന്തിനു ഉപയോഗിക്കുന്നത്? ഇവിടെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് വലിയൊരു മേജർ ഉണ്ട്. മറ്റുള്ള ഈ കടലിൽ ഉപയോഗിക്കുന്ന ഇത് ബോട്ടുകൾ ഇവിടുത്തെ നാഷണാലിറ്റിയാണ് ഉപയോഗിക്കുന്നത് തോന്നുന്നു അല്ലേ? ഏതാണ്ട് 80% ഇവിടുത്തെ നാഷണാലിറ്റി തന്നെയാണ്. 20% മറ്റുള്ള ഫോറിനേഴ്സൊക്കെ ഉപയോഗിക്കുന്നത്. യൂറോപ്യൻസ് ഉണ്ട്, അത്യാവശ്യം ഇന്ത്യൻസും ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന അധികം കസ്റ്റമേഴ്സും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അറബ്സാണ്. അപ്പോൾ അറബ്സായിട്ടാണ് ഡെയിലി ട്രാൻസാക്ഷൻ. കമ്മ്യൂണിക്കേഷൻ പിന്നെ പ്രശ്നമില്ല, അറബി അറിയാവുന്ന നന്നായിട്ട് സംസാരിക്കും. ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഏത് നാട്ടുകാരാണ്? കൂടുതലും മലയാളികളാണ്. എത്ര പേരുണ്ട് മൊത്തം? ഈ കമ്പനിയിൽ ഒരു 50 സ്റ്റാഫുണ്ട്. 50 സ്റ്റാഫുണ്ട്. അവരെന്തൊക്കെ ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? മെക്കാനിക്സ് ഉണ്ട്, അക്കൗണ്ട്സ് എല്ലാം സെയിൽസിലുണ്ട്. മലയാളികൾ എത്ര പേര്? 10-25 പേര് മലയാളികൾ കാണും. ആണോ? അതധികം കണ്ണൂർ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉള്ളവരാണോ? അതെ ആണല്ലേ? അതെ. പിന്നെ അത് കൂടാതെ വേറെ നാഷണാലിറ്റി ആരൊക്കെയാണ്? പാകിസ്ഥാനുണ്ട്, ശ്രീലങ്കൻസ്, ബംഗ്ലാദേശ് എല്ലാവരും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ ലേബേഴ്സ് ഇപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്കൻ, ഇന്ത്യൻ എല്ലാം ഉണ്ടല്ലേ? ഈ അവരെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ഇവരിൽ ബെറ്ററായിട്ട് തോന്നുന്നത് ശരിക്കും പറഞ്ഞു? ഹാർഡ് വർക്കിൽ, സിൻസിയറിറ്റിയിൽ, പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പെട്ടെന്ന് ഉൾക്കൊള്ളുന്നവർ, അങ്ങനെ വ്യത്യസ്തമായ തലത്തിൽ തിരിക്കാൻ പറ്റും അവരെ? അങ്ങനെയൊന്നുമില്ല. വ്യത്യസ്ത നാഷണാലിറ്റിയിലുള്ള ആൾക്കാരെ വെച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആരായിരിക്കും, ആരെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ പ്രൗഡ് തോന്നുന്നത്? ആരാണ് ഏറ്റവും ബെറ്റർ? അല്ല, അത് തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ തന്നെയാണ്. അപ്പോൾ അവരോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. അവർ ഹാർഡ് വർക്കിംഗ് ആണ് നമ്മുടെ മലയാളികൾ. അത് തീർച്ചയായിട്ടും പറഞ്ഞാൽ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഞാൻ ബന്ധപ്പെട്ട പലരുമായിട്ട് ബന്ധപ്പെട്ട അതിലെല്ലാം നേപ്പാളികൾ, ഫിലിപ്പൈൻസ്, പിന്നെ ശ്രീലങ്ക, ഒരു പാകിസ്ഥാൻ പൗരനെ വെച്ചിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ കേൾക്കുന്ന മുക്താർ എന്നാണ് ശരിക്കും. പാകിസ്ഥാനികളെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ്? കാരണം ഞങ്ങളുടെ പാകിസ്ഥാനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ പാകിസ്ഥാന്. അദ്ദേഹം എന്ത് ജോലി ചെയ്യുന്നത്? ഇവിടെ ക്യാഷാണ് കൈകാര്യം ചെയ്യുന്നത്. ക്യാഷാണ്. അപ്പം പിന്നെ കൂടുതൽ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, അയാൾ വിശ്വസ്തമായിട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുമല്ലോ. വളരെ സിൻസിയറായിട്ട് തന്നെ ഒരാളാണ്. പിന്നെ ഇത് കൂടാതെ വേറെ എന്തൊക്കെ ഇതിലൊക്കെ ഇൻവോൾവ് ആണ് മുക്താർ? അതെ, ഞാനിവിടെ ജോലി ചെയ്തിട്ട് ഇപ്പം കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് ഞങ്ങളൊരു സ്ഥാപനം ഫോം ചെയ്തിട്ടുണ്ട്, വെൽകെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. വെൽകെയർ ഗ്രൂപ്പ്, അതിൻ്റെ ചെയർമാനാണ് ഞാൻ. വെൽകെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രവാസികൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ്. അതെ അതെ, വെൽകെയർ ഗ്രൂപ്പ്. വെൽകെയർ ഗ്രൂപ്പിൻ്റെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ശരിക്കും? ഞങ്ങളവിടെ മെയിനായിട്ട് ഫാർമസ്യൂട്ടിക്കൽ, കൂടാതെ ട്രാൻസ്പോർട്ട് സെക്ഷൻ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, പല ഘടകങ്ങളുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ? നമ്മുടെ നാട്ടിലെ മെഡിക്കൽ ഷോപ്പ് ഞങ്ങൾക്കൊരു ഒരു 10-12 ഫാർമസീസ് ഉണ്ട്. കൂടാതെ ഇനിയും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ മറ്റുള്ള കുറേ ഹോൾസെയിൽ ഐറ്റംസ് ഉണ്ട്, മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് നിങ്ങൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഓ അല്ലേ. തങ്ങളുടെ പാർട്ട്ണർ ആരാ ശരിക്കും അതിൽ? ഞങ്ങൾ 6 പേരാണ് അതിൽ. ആരൊക്കെയാണ്? ഒരു അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ MD ആണ്. ഒരു അബ്ദുറഹ്മാൻ ചേന്നമംഗലൂർ, മുക്കം. ഖാലിദ് കണ്ണൂർ സ്വദേശിയാണ്. ഫൈസൽ
മുക്കമാണ്. ഒരു സാദിഖ് മാംഗ്ലൂരാണ്. എല്ലാവരും ആ ഭാഗത്തുള്ളവരാണ്. കണ്ണൂർ വടക്കൻ ഭാഗത്ത്, കേരളത്തിന്റെ വടക്കൻ എല്ലാം ഉണ്ട്. കണ്ണൂരുണ്ട്, കൊയിലാണ്ടി, കോഴിക്കോട് ആ ഭാഗത്ത് ജില്ലകളില്. ഒരാൾ മംഗലാപുരമുണ്ട്. കൂടാതെ ഞങ്ങളുടെ മറ്റു പാർട്ണർ ഷെയ്ഖ് നാസർ പുള്ളിയാണ്. വെൽകെയർ ഗ്രൂപ്പ് അല്ലാതെ വേറെ എന്തിനും ഇൻവോൾവാണ്? ഞങ്ങൾ അൽ റഫ പോളിക്ലിനിക്, ഇപ്പോഴത്തെ ആസ്റ്ററാണ്. ഡോക്ടർ ആസാദ് മൂപ്പനായിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചറിൽ ഞാനതിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങൾക്കൊരു 3-4 പോളിക്ലിനിക്ക് ഉണ്ട് ഇപ്പം ഇവിടെ ദോഹയിൽ. അൽ റഫയാണ് ആദ്യം പേരുണ്ടായിരുന്നു. ഇപ്പോൾ അത് ആസ്റ്റർ ആക്കിയിട്ടാണ് ഞങ്ങൾ പേര്. കോമൺ നെയിം ആയിട്ടുണ്ട്. വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാത്തിനും സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ടല്ലേ? ഇല്ല, ഞാൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് സാധാരണ ഉണ്ടാവാറില്ല. ബോർഡ് മീറ്റിംഗ്സ്, പിന്നെ ടെലിഫോണിലെ കാര്യങ്ങളൊക്കെ. അല്ല, പോളിക്ലിനിക്കും പിന്നെ വെൽകെയർ ഗ്രൂപ്പിന്റെ ഫാർമസ്യൂട്ടിക്കലൊക്കെ കണക്റ്റഡ് ആണ്. അല്ലല്ല, ഇത് ആസ്റ്റർ സെപ്പറേറ്റ് തന്നെയാണ്. എന്നാലും സ്വഭാവം വെച്ചിട്ട് വളരെ കണക്റ്റഡ് ആണ്. അതെ, തീർച്ചയായിട്ടും. അതെ, ബിസിനസിന്റെ സ്വഭാവം വെച്ചിട്ട്. അതെ. പിന്നെ റെസ്റ്റോറൻറ്റ് പ്രസ്റ്റീജ് റെസ്റ്റോറൻറ്റ് ദോഹയിൽ ഇവിടെ അറിയപ്പെടുന്ന ആദ്യത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഏരിയ ഉള്ള പേർക്ക് അറ്റ് എ ടൈമിൽ ഇരിക്കാവുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അതെ, എയർപോർട്ടിൻ്റെ അടുത്തായിട്ടാണ്. പിന്നെ ട്രാൻസ്പോർട്ട് ഞങ്ങൾ ടോപ്പ് നോച്ച് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. അത് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് വിശദീകരിക്കാം, എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആക്ച്വലി എത്ര വെഹിക്കിൾ ഉണ്ട്? ഞങ്ങൾക്ക് ഏകദേശം ഒരു 10-25ഓളം വലിയ ട്രെയിലേഴ്സ് ഉണ്ട്. ഈ ട്രെയിലറിൻ്റെ ഡ്രൈവേഴ്സൊക്കെ നാട്ടുകാരെ ശരിക്കും ഇന്ത്യൻസ് ആണ്, കൂടുതൽ മലയാളികളാണ്. അത്യാവശ്യം ശ്രീലങ്കൻസ് ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാണ് അതിൻ്റെ പരിശീലനം കിട്ടുന്നത്. അവർ ഓടിക്കാൻ പഠിക്കും, നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. അല്ല, ഞങ്ങൾ റിക്രൂട്ട് ചെയ്തത് സൗദിയ മറ്റുള്ള ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സിനെയാണ്. അല്ലാതെ പുതിയ ആൾക്കാരല്ല. അല്ല, ഇന്റർവ്യൂ ചെയ്തിട്ട് നല്ല ഇത് വെച്ചിട്ട്. അതെ, ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ സ്പെഷ്യലായിട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ട് വന്നു.